നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പറയും സാധാരണ വാഴത്തൈകളേക്കാൾ നല്ലത് ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളാണെന്ന്. നമ്മൾ 10 ടിഷ്യൂ കൾച്ചർ വാഴകൾ നട്ടാൽ ഒരു 5 എണ്ണം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതിൽ എടുത്തു പറയേണ്ട കാര്യം, വാഴ നട്ട് തുടക്കത്തിൽ തന്നെ ടിഷ്യൂ കൾച്ചർ വാഴകളിൽ കുറച്ച് നശിച്ചു പോകും. നമ്മുടെ ഇന്നത്തെ വീഡിയോ വാഴകൃഷിയെക്കുറിച്ചും അതിന് കൊടുക്കേണ്ട വളപ്രയോഗത്തെ പറ്റിയുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത്, അതുപോലെ നമ്മുടെ ഈ ചെറിയ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തുകൊണ്ടാണ് നമ്മൾ നടുന്ന വാഴകൾ കേടായി പോകുന്നത്? അതുപോലെ നമ്മുടെ വാഴകളിൽ ഒരു കുലയും കിട്ടാത്തത് എന്തുകൊണ്ടാണ്? എങ്ങനെ നട്ടാൽ നമ്മുടെ വാഴകളിൽ 100% വിളവ് നമുക്ക് കിട്ടും? നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം വാഴത്തൈ സെലക്ട് ചെയ്യുന്ന രീതിയാണ്. നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴത്തൈ വാങ്ങുമ്പോൾ ഒരു 4 ഇലയെങ്കിലുമുള്ള തൈ വേണം എടുക്കുവാൻ. നമുക്ക് ചെറിയ തൈയാണ് കിട്ടിയതെങ്കിലും കുഴപ്പമില്ല, അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഒരു 4 ഇല ആകുമ്പോൾ നട്ടാൽ മതി. രണ്ടാമത്തെ കാര്യം തൈ നടുന്ന രീതിയാണ്. നല്ലതുപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം വാഴത്തൈകൾ നടുവാൻ. അതുപോലെ നമ്മുടെ വാഴയ്ക്ക് നനവ് അത്യാവശ്യമാണ്. എന്നാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തോ എല്ലാ ദിവസവും നനച്ചു കൊടുക്കേണ്ട ആവശ്യമോ ഇല്ല. നമ്മൾ വാഴക്കന്നുകളോ തൈകളോ നടുന്ന സമയത്ത് കുറഞ്ഞത് 2 മീറ്ററെങ്കിലും അകലം പാലിക്കുവാൻ ശ്രദ്ധിക്കണം. തെങ്ങിൻ്റെ ഇടഭാഗങ്ങളിലുള്ള കൃഷിയാണെങ്കിൽ ഏത്തവാഴ നടാതെ കപ്പവാഴയോ പൂവനോ ഞാലിപ്പൂവനോ ഒക്കെ നടാവുന്നതാണ്. ഏത്തവാഴ കൃഷിക്ക് നല്ലതുപോലെ സൂര്യപ്രകാശം അത്യാവശ്യവുമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാഴവിത്ത് നടുന്നതിന് വേണ്ട കുഴി എടുക്കുന്നതിനെ പറ്റിയാണ്. വാഴവിത്താണ് നടുന്നതെങ്കിൽ 2 അടി താഴ്ചയും 1.5 അടി ചുറ്റളവും ഉണ്ടാകണം. നമ്മൾ എടുത്ത കുഴിയിൽ 1/2 അടിയോളം നമ്മൾ എടുത്തു മാറ്റിയ മണ്ണ് തന്നെ ഫില്ല് ചെയ്യുകയും വേണം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ആ കുഴിയിൽ 1.5 കിലോഗ്രാം ചാണകപ്പൊടിയും 250 ഗ്രാം എല്ലുപൊടിയും ഇട്ട് നല്ലതുപോലെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം അവിടെ ഒരു ചെറിയ കുഴിയെടുത്ത് അതിൽ വേണം നമ്മുടെ വിത്ത് നടേണ്ടത്. ടിഷ്യൂ കൾച്ചർ തൈയാണെങ്കിൽ കവർ ഇളക്കി തൈ അതിൽ നടുക. കവർ ഇളക്കുന്ന സമയത്ത് തൈയിൽ നിന്നും മണ്ണ് ഇളകി പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിത്താണ് നടുന്നതെങ്കിൽ വിത്ത് മുഴുവനും മണ്ണിനടിയിൽ ആകുന്നതുവരെ മണ്ണിട്ട് മൂടണം. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുഴി നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതുപോലെ മഴവെള്ളം നമ്മുടെ വാഴക്കുഴികളിൽ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. തൈ നട്ട് 2 മാസമാകുമ്പോൾ തന്നെ നമുക്ക് രാസവളം ചെയ്തു കൊടുക്കാം. പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളാണ് അത്യാവശ്യം. അതുപോലെ നമ്മുടെ വാഴകൾ വൃത്തിയാക്കി കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വൃത്തിയാക്കിയില്ലെങ്കിൽ വാഴകളിൽ ചെറിയ വണ്ടുകൾ വന്ന് വാഴകൾ നശിപ്പിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. അതിനാൽ നമ്മൾ വാഴകൾ വൃത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.